ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമുക്കറിയാം നമ്മുടെ കോൺസ്റ്റബിൾ GD എക്സാം വരാറായിട്ടുണ്ട്. ഇനി ആകെ കുറച്ച് ദിവസങ്ങളും കൂടിയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇനി GKയിലെ ഏറ്റവും ഉറപ്പായിട്ടും വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ വരുന്ന ഏരിയാസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എന്തായാലും മാർക്സ് കിട്ടാൻ സാധ്യതയുള്ള ഏരിയാസ് ഒക്കെയാണ് ഇതിന് നമ്മൾ ഓരോ ദിവസം ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമുക്കറിയാം ഡാൻസ് ഫോംസ് ഉറപ്പായിട്ടും നമുക്ക് എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് എന്ത്, ഡാൻസ് ഫോംസ്. അപ്പോൾ ഡാൻസ് ഫോംസും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡാൻസേഴ്സിൻ്റെ കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കിന്ന് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ജഗോയ് ഈസ് എ മേജർ സ്റ്റൈൽ ഓഫ് വിച്ച് ഓഫ് ദ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ്. അതായത് നമുക്കറിയാം ജഗോയ് എന്ന് പറയുന്നത് എന്താണ്, ഒരു മേജർ സ്റ്റൈലാണ് അല്ലേ, ഡാൻസിൻ്റെ ഒരു മേജർ സ്റ്റൈലാണ് ജഗോയ്. ആ ജഗോയ് ഏത് ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസുമായി റിലേറ്റഡ് ആയിട്ടുള്ളതാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ജഗോയ് ഏത് ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസുമായി റിലേറ്റഡ് ആയിട്ടുള്ള മേജർ സ്റ്റൈലാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഏതാണ്, മണിപ്പൂരിയാണ് അല്ലേ. മണിപ്പൂരിയുമായി റിലേറ്റഡ് ആയിട്ട് ഉള്ളതാണ് ഏത്, ജഗോയ് എന്ന് പറയുന്ന സ്റ്റൈല്. അപ്പം നിങ്ങൾ പറഞ്ഞേ, മണിപ്പൂരി ഏത് സ്റ്റേറ്റിൽ നിന്ന് ഒറിജിനേറ്റഡ് ആയിരിക്കും? നമുക്കറിയാം അല്ലേ, മണിപ്പൂരിൽ നിന്ന് ഒറിജിനേറ്റഡ് ആയിരിക്കും എന്ത്, മണിപ്പൂരി അല്ലേ. മണിപ്പൂരിൽ നിന്ന് ഒറിജിനേറ്റഡ് ആയിരിക്കും മണിപ്പൂരി. അപ്പം അതിൽ ആ മണിപ്പൂരിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈലാണ് എന്ത്, ജഗോയ്. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: Tapan Kumar Patnaik won the Sangeet Nadak Academy Award in which dance form? നമുക്കറിയാം തപൻ കുമാർ പട്നായിക് എന്ന് പറഞ്ഞ ഒരാൾക്ക് സംഗീത് നാടക അക്കാഡമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏത് ഡാൻസ് ഫോമിന് വേണ്ടിയിട്ടാണ് ആ അവാർഡ് ലഭിച്ചത് എന്നാണ് ക്വസ്റ്റ്യൻ. ഏത് ഡാൻസ് ഫോമാണ്? ചാവു ആണല്ലേ. ചാവു ഡാൻസ് ഫോമിന് വേണ്ടിയിട്ടാണ് തപൻ കുമാർ പട്നായിക്കിന് എന്ത് ലഭിച്ചിട്ടുള്ളത്, സംഗീത് നാടക് അക്കാഡമി ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ തപൻ കുമാർ പട്നായിക് ഏത് ഡാൻസ് ഫോമായി റിലേറ്റഡ് ആണ്? ചാവു ഡാൻസ് ഫോമുമായിട്ട് റിലേറ്റഡ് ആണ്. ഈ ചാവു എവിടുത്തെ ഡാൻസ് ഫോമാണെന്ന് പറഞ്ഞേ? ഒഡീസ, അതുപോലെ തന്നെ ജാർഖണ്ഡ്, പിന്നെ എവിടത്തെയാണ്? വെസ്റ്റ് ബംഗാൾ അല്ലേ. വെസ്റ്റ് ബംഗാൾ, ഈ പറയുന്ന സ്ഥലങ്ങളിലേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാൻസ് ഫോമാണ് ഏത്, ചാവു അല്ലേ. ചാവു എന്ന് പറയുന്നത് ഒറീസ, അതുപോലെ തന്നെ ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ എന്നീ സ്ഥലങ്ങളിലേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാൻസ് ഫോമാണ് ചാവു. അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാൻസറാണ് ആര്, തപൻ കുമാർ പട്നായക്. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: സദനം PV ബാലകൃഷ്ണൻ won the സംഗീത് നാടക് അക്കാഡമി അവാർഡ് ഇൻ വിച്ച് ഡാൻസ് ഫോം. അതായത് സദനം PV ബാലകൃഷ്ണന് സംഗീത അക്കാഡമി അവാർഡ് ലഭിച്ചത് ഏത് ഡാൻസ് ഫോമുമായി റിലേറ്റഡ് ആയിട്ടാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏത് ഡാൻസ് ഫോമുമായി റിലേറ്റഡ് ആയിട്ടാണ്? കഥകളി അല്ലേ. കഥകളിയുമായി റിലേറ്റഡ് ആയിട്ടാണ്. അപ്പോൾ സദനം PV ബാലകൃഷ്ണൻ ഏത് ഡാൻസ് ഫോമിലാണ് ഫേമസ് ആയിട്ടുള്ളത്? കഥകളിയിലാണ്. നമുക്കറിയാം അല്ലേ, കഥകളി എവിടുത്തെ ഡാൻസ് ഫോമാണ്? നമ്മുടെ കേരളയിലെയാണല്ലേ. കേരളയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാൻസ് ഫോമാണ് ഇത്, കഥകളി. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡാൻസറാണ് ആര്, സദനം PV ബാലകൃഷ്ണൻ. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: കുച്ചിപ്പുടി ഈസ് എ ക്ലാസിക്കൽ ഡാൻസ് ഫോം ഫ്രം വിച്ച് സ്റ്റേറ്റ്. കുച്ചിപ്പുടി ഒരു ക്ലാസിക്കൽ ഡാൻസ് ഫോമാണ്, നമുക്കറിയാം. അത് ഏത് സ്റ്റേറ്റിൽ ഒറിജിനേറ്റഡ് ആയതാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഏത് സ്റ്റേറ്റിലാണ്? ആന്ധ്രാപ്രദേശ് അല്ലേ. ആന്ധ്രാപ്രദേശിലാണ് കുച്ചിപ്പുടി ഒറിജിനേറ്റഡ് ആയിട്ടുള്ളത്. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഇ കൃഷ്ണ അയ്യർ ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഫോം ഓഫ് ഡാൻസ്. ഇ കൃഷ്ണ അയ്യർ എന്ന് പറയുന്ന ആള് ഏത് ഡാൻസ് ഫോമുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആളാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഏത് ഡാൻസ് ഫോമാണ്? ഭരതനാട്യം. ഇ കൃഷ്ണ അയ്യർ ഭരതനാട്യവുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഡാൻസറാണ്. ഭരതനാട്യം എവിടത്തെ ഡാൻസ് ഫോമാണ്? തമിഴ്നാടുവിലെയാണ് അല്ലേ. തമിഴ്നാടുവിലെ ഡാൻസ് ഫോമാണ് ഭരതനാട്യം. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആളാണ് ആര്, ഇ കൃഷ്ണ അയ്യർ. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: മോഹിനിയാട്ടം ഈസ് എ സോളോ ക്ലാസിക്കൽ ഡാൻസ് ഫോം റിലേറ്റഡ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്സ്. അതായത് നമുക്കറിയാം മോഹിനിയാട്ടം എന്ന് പറയുന്നത് ഒരു സോളോ ക്ലാസിക്കൽ ഡാൻസ് ആണ്. അത് ഏത് സ്റ്റേറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏത് സ്റ്റേറ്റുമായിട്ടാണ്? നമുക്കറിയാം അല്ലേ, കേരളവുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഡാൻസ് ഫോമാണ് ഏത്, മോഹിനിയാട്ടം. അതേപോലെ നമ്മൾ നേരത്തെ കേരളവുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഡാൻസ് ഫോം പറഞ്ഞത് ഏതാണ്, കഥകളി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ: Which Indian dancer was the youngest recipient of പത്മവിഭൂഷൺ in 2003? അതായത് ഒരു ഇന്ത്യൻ ഡാൻസർക്ക് പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. അത് എപ്പോഴാണ് ലഭിച്ചത്? 2003 ലഭിച്ചത്. അവരായിരുന്നു ഏത്, യങ്ങസ്റ്റ് റെസിപ്റ്റിയൻ. ആ സമയത്ത് യങ്ങസ്റ്റ് റെസിപ്റ്റിയൻ്റ് ആയിരുന്നു. പത്മവിഭൂഷൺ ലഭിക്കുന്ന യങ്ങസ്റ്റ് റെസിപ്റ്റിയൻ്റ് ആയിരുന്നു. അവരാരാണെന്നാണ് ക്വസ്റ്റ്യൻ. ആരാണ്?
സൊണാൽ മാൻസിംഗ് ആണ്. സൊണാൽ മാൻസിംഗിനാണ് പത്മവിഭൂഷൺ എപ്പോൾ ലഭിച്ചിരിക്കുന്നത്? 2003 ലഭിച്ചിരിക്കുന്നത്. അവർ ഏത് ഡാൻസ് ഫോമുമായി റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു? ഭരതനാട്യം അല്ലേ? ഭരതനാട്യം, അതുപോലെ തന്നെ വേറെ ഏതായിരുന്നു? ഒഡീസി അല്ലേ? ഭരതനാട്യവും അതുപോലെ തന്നെ ഒഡീസിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു ആര്? സൊണാൽ മാൻസിംഗ്. അവർക്കായിരുന്നു എന്ത് ലഭിച്ചത്? പത്മവിഭൂഷൺ ലഭിച്ചത്. എപ്പോഴാണ് ലഭിച്ചത്? 2003 ലഭിച്ചത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. Which classical dance form was introduced in 16th century by Vaishnava saint Mahapurusha Shankaradeva? അതായത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസിക്കൽ ഡാൻസ് ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്തത് 16-ാം നൂറ്റാണ്ടിലായിരുന്നു. ആ സമയത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? വൈഷ്ണവ സെയിൻ്റ് ആയിട്ടുള്ള മഹാപുരുഷ ശങ്കരദേവയാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആ ക്ലാസിക്കൽ ഡാൻസ് ഫോം ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആ ക്ലാസിക്കൽ ഡാൻസ് ഫോം ഏതാണ്? സട്രിയാണ് അല്ലേ? സട്രിയാണ് 16-ാം നൂറ്റാണ്ടിൽ വൈഷ്ണവ സെയിൻ്റ് ആയിട്ടുള്ള മഹാപുരുഷ ശങ്കരദേവ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ സട്രിയ ഏത് സ്റ്റേറ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഡാൻസ് ഫോം ആണെന്ന് പറയൂ. ഏത് സ്റ്റേറ്റ് ആണ്? ആസാം ആണല്ലേ? ആസാമുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡാൻസ് ഫോം ആണ് ഇത് സട്രിയ. ആരാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? വൈഷ്ണവ സെയിൻ്റ് ആയിട്ടുള്ള മഹാപുരുഷ ശങ്കരദേവയാണത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു വൺ പത്മശ്രീ ഫോർ ഹെർ കോൺട്രിബ്യൂഷൻസ് ഇൻ കഥകളി ഡാൻസ് ഫോം ഇൻ ദ ഇയർ 2019? അതായത് 2019 ഒരു വ്യക്തിക്ക് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. എന്തുമായി റിലേറ്റഡ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ ആണ് ലഭിച്ചിരിക്കുന്നത്? കഥകളി ഡാൻസുമായി റിലേറ്റഡ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ ആണ് അവർക്ക് പത്മശ്രീ ലഭിച്ചിട്ടുള്ളത്. അത് ഏത് വ്യക്തിയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏത് വ്യക്തിയാണ്? മിലീന സാൽവിനിയാണ് അല്ലേ? മിലീന സാൽവിനിക്കാണ് എന്ത് ലഭിച്ചിട്ടുള്ളത്? പത്മശ്രീ ലഭിച്ചിട്ടുള്ളത്. എപ്പോഴാണ് ലഭിച്ചത്? 2019 ലഭിച്ചത്. ഏത് ഡാൻസ് ഫോമുമായി റിലേറ്റഡ് ആയിട്ടാണ് അവർക്ക് ലഭിച്ചത്? കഥകളിയുമായി റിലേറ്റഡ് ആയിട്ടാണ് അവർക്ക് ലഭിച്ചത്. കഥകളി ഏത് സ്റ്റേറ്റിലെ ഡാൻസ് ഫോമാണ്? നമ്മുടെ കേരളത്തിലെ ഡാൻസ് ഫോമാണ് അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കണം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. Gridha folk dance is performed in the state of Madhya Pradesh during dash when the rabi crops is ready to be harvested. അതായത് ഗിരിദ്ധ ഫോക്ക് ഡാൻസ് മധ്യപ്രദേശിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോക്ക് ഡാൻസ് ആണ്. അത് എപ്പോഴാണ് ഉണ്ടാവാറ്? റാബി ക്രോപ്സ് ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് ഉണ്ടാവാറ്. അത് ഏത് സീസണിലാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഏത് സീസണിലാണ്? വിൻ്റർ സീസണിലാണ് അല്ലേ? അപ്പോൾ ഗിരിദ്ധ ഫോക്ക് ഡാൻസ് മധ്യപ്രദേശിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോക്ക് ഡാൻസ് ആണ്. അത് വിൻ്റർ സീസണിലാണ് ഉണ്ടാവുന്നത്. എപ്പോഴാണ്? അതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണ്? റാബി ക്രോപ്സ് ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് ഈ ഫോക്ക് ഡാൻസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.